നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ, അതായത് ഇന്ത്യ മഹാരാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന്. ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന ഷോയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സിയും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ലെറ്റ്സ് ഡിസ്കസ് വൈ ദിസ് മെസ്. ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്നുള്ള ഷോ ഒരു അമേരിക്കൻ കോമഡി ഷോനെ ഏകദേശം അതിൻ്റെ ഒരു ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു ഷോയാണ്. വളരെ എഡ്ജിയാണ് ഇതിൻ്റെ ജോക്സ് എന്നാണ് അതിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള സമീറീന എന്നുള്ള ആളുടെ ഒരു കാഴ്ചപ്പാട്. പലപ്പോഴും അതിൻ്റെ ഞാൻ ആ ഷോ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ജോക്സ് വളരെയധികം ഇൻസെൻസിറ്റീവ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ബോഡി ഷേമിങ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഐ തിങ്ക് കുഷാ കപിലേൻ്റെ കൂടെയുള്ള സമീറീനയുടെ ഒരു ഇൻട്രാക്ഷൻ വളരെ അധികം പോപ്പുലർ ആയിരുന്നു, വൈറലായിരുന്നു. ഐ തിങ്ക് ഭാരതി വന്ന എപ്പിസോഡിൽ ഒരാളെ പ്രോപ്പർലി ബോഡി ഷെയിം ചെയ്യുന്നത് കുറച്ച് വൈറലായിരുന്നു. എൻ്റെ ജോൺറ ഓഫ് കോമഡി അല്ല ആളുടേത്. അതുപോലെ നമ്മളിൽ പലരുടെയും ജോൺറ ഓഫ് കോമഡി ആയിരിക്കില്ല ആളുടേത്. പക്ഷേ ആ ഷോ വളരെയധികം പോപ്പുലറാണ്. യൂട്യൂബിൽ പ്രീമിയം സബ്സ്ക്രൈബേഴ്സിനാണെന്ന് തോന്നുന്നത് കാണാൻ പറ്റുന്നത്. വളരെ പോപ്പുലറായി ഈ ഒരു റീസെൻറ്റ് ടൈംസിൽ. ഈ ഒരു കണ്ടസ്റ്റൻസിനേക്കാളും പാനലിസ്റ്റുകൾ അവർക്ക് പറയുന്ന കമൻ്റാണ് അതിൽ കൂടുതൽ ഫണ്ണി ആയിട്ട് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഈ ഒരു പാനലിസ്റ്റായിട്ട് രൺവീർ അലഹബാദിയ ബിയർ ബൈസെപ്സ് എന്നുള്ള പണ്ട് ചാനൽ നടത്തിയിരുന്ന, ഇപ്പോഴും അത് തന്നെയാണെന്ന് തോന്നുന്നു പേര്, ബിയർ ബൈസെപ്സ് എന്നുള്ള ചാനൽ നടത്തുന്ന ഇന്ത്യയിലെ തന്നെ പേര് കേട്ട പോഡ്കാസ്റ്റർ ആയിട്ടുള്ള രൺവീർ അലഹബാദിയ പോവുകയും അവിടെ ഒരു വുഡ് യു റാദർ ജോക്ക് പറയുകയും, ഈ വുഡ് യു റാദർ ജോക്ക് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാലമായി ഓടുന്ന ഒരു ജോക്കാണ്. അത് പാരൻസിനെയും അവരുടെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ജോക്കുമാണ്. അത് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാലമായിട്ട് ഓടുന്ന ഒരു ജോക്കാണ്. അത് പറയുന്നു. അത് എപ്പിസോഡ് ഏറായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംഭവം വൈറലാവുന്നു. സംഭവം പ്രോബ്ലമാറ്റിക് ആണെന്നുള്ള രീതിയിൽ പോകുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ വലിയൊരു ഭൂകമ്പമാണ് പിന്നീട് കണ്ടത്. ഇതിലാദ്യം തന്നെ ഈ ജോക്കിനെ പറ്റി പറയാനാണെങ്കിൽ ജോക്ക് വളരെ മോശമാണ്. ജോക്ക് കോപ്പീഡാണ്. ജോക്ക് മിക്കവാറും അയാൾക്ക് എഴുതി കൊടുത്ത ഏതെങ്കിലും അയാളുടെ ഒരു എംപ്ലോയി ഇപ്പം തന്നെ ഓൾറെഡി ഫയേർഡുമാണ്. പക്ഷേ അതിനപ്പുറം ഈ രൺവീർ അലഹബാദിയ എന്നുള്ള പേഴ്സൺ ഓൾറെഡി അതിനൊരു ക്ഷമാപണം നടത്തി കഴിയുകയും ചെയ്ത കാര്യമാണ്. അതിനപ്പുറം ഈ രൺവീർ അലഹബാദിയനെ പിടിച്ച് തൂക്കിക്കൊല്ലണം എന്നുള്ള പോലത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രൺവീർ അലഹബാദിയുടെ കാര്യം പറയുമ്പോൾ സങ്കടവും തോന്നും. പാവാണ്. ആ ആളാണ് കഴിഞ്ഞ ഇലക്ഷനൊക്കെ വളരെയധികം നമ്മുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സിന് വളരെ ബൂസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഐഡിയോളജീസിന്, അതിന് മാസസിന് കൺവേർഷന്, അതായത് മൈൻഡ് സെറ്റ് കൺവേർഷനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു ഭയങ്കര സ്പിരിച്വൽ, ഭയങ്കര ഹിന്ദുത്വവാദി, ഭയങ്കര പ്യുവറായിട്ടുള്ളൊരു പേഴ്സൺ സ്വയം ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എന്താ പറയുക, ഒരു പോർട്രേൽ ഉണ്ടല്ലോ, ഞാനൊരു ഏറ്റവും പ്യുവറായിട്ടുള്ള, മെൻ്റലി ഇത്രയും ഞാൻ നന്നായിട്ടുള്ള, ഇത്രയും സ്പിരിച്വലായിട്ടുള്ള, ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷൻ വരെ മെഡിറ്റേഷനിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, ഇത്രയും കിടിലമായിട്ടുള്ള, മിൻ്റെ ഏലിയൻസിനെ പറ്റി ചോദിക്കുന്ന എല്ലാവിധ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളെയും അവനവൻ്റെ പോഡ്കാസ്റ്റിൽ വിളിച്ചു കൊണ്ടുവന്നിരുത്തി എത്രത്തോളം സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ വളരെ ഇൻറ്റൻസായ മുഖഭാവത്തോടു കൂടി ഡിസ്കസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം സപ്പോർട്ട് ചെയ്ത ഇതേ ആളുകളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആള് പാല് കൊടുത്ത് വളർത്തിയ പാമ്പൊക്കെ തന്നെയാണ് ആളിപ്പോൾ കടിക്കാൻ പോയിട്ടുള്ളത്. അത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൽ ഉള്ള പ്രശ്നങ്ങളിൽ മീഡിയ, സ്പെഷ്യലി നോർത്തിലുള്ള മീഡിയ ആംപ്ലിഫൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന വിഷയം ഈ ഒരു വ്യക്തിയുടെ ഒരു പരാമർശവും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇനി ഭാരതത്തിൻ്റെ സംസ്കാരം, സംസ്കൃതിയൊക്കെ കൂടി അയാൾ ഒറ്റൊരാളുടെ ചുമലിലായിരുന്നെന്നും അയാൾ അത് കൊണ്ട് കളഞ്ഞു എന്നും അതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾക്ക് ജീവിച്ചിരിക്കാൻ പോലും മാഫ് നെഹി സാഫ് കർദിയ ജായ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയൊരു ഗുരു ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഇത് പുഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത് മലയാളികൾക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യം അതെന്ന് പറഞ്ഞാൽ അടുത്ത അതിലുള്ള പാനലിസ്റ്റായ ജസ്പ്രീത് എന്നുള്ള ടർബണേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊമേഡിയനോ ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയാണ് അയാൾ, ഒരു ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹം പറഞ്ഞൊരിതാണ്, ഒരു മലയാളി കണ്ടസ്റ്റൻ്റ്, ഒരു കേരളായിട്ടായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തി
വോട്ട് ചെയ്യില്ല എന്നും പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് കേരള സർ 100% ലിറ്ററസി സർ എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ മലയാളികൾക്ക് വേണ്ടി പറയുന്നു, ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്നുള്ള ഷോ ബാൻ ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടതിനും കാരണം ടെർബനേറ്ററിൻ്റെ ഈ കമൻ്റ് അല്ല. അത് രൺവീർ അലഹബാദിയ എന്നുള്ള പേഴ്സണും അയാളെ ചുറ്റിപ്പറ്റിയുള്ള അയാളുടെ ഓൺലൈൻ ആൻഡ് ഇതിൽ വന്ന പേഴ്സണാലിറ്റി തമ്മിലുള്ള അലൈൻമെൻറ്റ് ശരിയില്ലാത്തത് കൊണ്ട് അയാൾ തന്നെ വളർത്തിയ റൈറ്റ് വിങ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും മാത്രമാണ് അത് കൂട്ടപ്പെട്ടത്. ടെർബനേറ്ററിൻ്റെ കമൻറ്റ് ജസ്പ്രീത് എന്നാണ് അയാളുടെ പേര്. ജസ്പ്രീത് പഞ്ചാബിൽ വളരെ കോമൺ ആയൊരു പേരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജസ്പ്രീത് എന്നുള്ള പേരുള്ള കൊമേഡിയൻസും ഇദ്ദേഹമല്ല. നോക്കി കണ്ടും മനസ്സിലാക്കിയും പോയി ചീത്ത വിളിക്കുക. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നമുക്കാണ് കൊണ്ടിട്ടുള്ളത്. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ പ്രശ്നങ്ങളെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളികളെ പറ്റി കുറ്റം പറയാനാണെങ്കിൽ ഏറ്റവും മുന്നിലുണ്ടാവും ഒരു മലയാളിയായിരിക്കും. അതിന് നമുക്ക് ആരുടെയും ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ആ ജില്ലക്കാരും മോശം, ഈ ജില്ലക്കാരും മോശം, അവിടുത്തെ ഫുഡ് ഏറ്റവും മോശം, ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും മോശം, ഇവിടുത്തെ ആൾക്കാർ കച്ചറ. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിൽ ഇത് കണ്ട്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ അത് നമ്മൾ വളരെയധികം ഉള്ളിലേക്ക് എടുത്തു. പക്ഷേ ആ ആളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത വിധം ശരിയാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഒരാൾ ഒരു ലെവലിൽ താഴുന്നു. അതായത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഈ രൺവീറിനെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയ ഡിവൈഡാണ് ഇതുപോലുള്ള കമൻറ്റുകളിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാസ്റ്റ് ഒരു 10 ഇയേഴ്സിലായിരിക്കും കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നോർത്ത് വേഴ്സസ് സൗത്ത് എന്നുള്ളൊരു വാർ. അതിൻ്റെ മുന്നേ നമ്മൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതൊന്നും ഇങ്ങനെ എസ്കലേറ്റ് ആയൊരു വിധത്തിലായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡിവൈഡ് ആൻഡ് റൂൾ ഇവർ ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ എന്താ പറയുക, ഇങ്ങനെ ഒരു ടിപ്പിംഗ് പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ടെർബനേറ്ററിന് എങ്ങനെ ഇങ്ങനെ ഒരു ഇത് വന്നു, ഇങ്ങനെ ഒരു തോട്ട് അയാളുടെ തലയിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഇയേഴ്സ് ഓഫ് എന്താ പറയുക ഫീഡിങ് ഇൻ ദ മീഡിയ ആണ്. അതൊരു ജോക്കാണെന്ന് അയാൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഇയേഴ്സ് ഓഫ് ഫീഡിങ് ഇൻ ദ മീഡിയ ആണ്. രൺവീറിൻ്റെ ഒരു ഷോയിൽ പറഞ്ഞത് കേരളത്തിലൊരു വില്ലേജ് ഉണ്ട്, അവിടെ ശരിയാണല്ലോ, അവിടെ വേറെ മതസ്ഥർക്ക് കയറാൻ ഇതില്ല, ഞാൻ മലപ്പുറംകാരിയാണ്, എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞ് കേട്ടിരിക്കുമ്പോൾ ഈ സ്പർദ്ധ ഇങ്ങനെ വളർത്തിയിട്ടാണ് ഇവർക്കൊക്കെ ഇതൊരു എന്താ പറയുക വളരെ ഓപ്പൺലി പറയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഫണ്ണിയാണെന്നുള്ള തോന്നൽ വരെ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ഇത്രയും കാലത്തെ ഇൻഫ്ലുവൻസേഴ്സും പൊളിറ്റിക്സും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പം മൊത്തത്തിലുള്ള ഒരു അപ്രോച്ചിൽ നമ്മൾ ഈ ടെർബനേറ്റർ എന്നുള്ള വ്യക്തിയോട് അയാൾ താഴ്ന്ന അതേ നിലയിൽ നമ്മൾ താഴ്ന്നു. അയാൾ ചെയ്തത് കേരളത്തിന് ലിറ്ററസി ഉള്ള മണ്ടന്മാരാണെന്നുള്ള പോലത്തെ ഒരു റിമാർക്ക്, അതായത് നമ്മൾ ജനറലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര ലിറ്ററേറ്റ് ആയ ഒരാൾക്കും നമ്മൾ ഒരിക്കലും പഠിച്ച് തീരുന്നില്ല. അതിൻ്റെ അർത്ഥം ഒരു ബേസിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതായിരിക്കും. വന്ന കണ്ടസ്റ്റൻറ്റിന് പൊളിറ്റിക്സിനെ പറ്റിയോ അതിനെപ്പറ്റിയോ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ കുട്ടി അതിനെ പറ്റി അവെയർ അല്ല എന്നുള്ളതിൻ്റെ അർത്ഥം ആ കുട്ടി ഇനി ഒരുപാട് പഠിക്കാനിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നമ്മൾ പോയത് ആളുടെ ടർബനെ തൊട്ട് ആളുടെ ഹോൾ കമ്മ്യൂണിറ്റി തീവ്രവാദികളാണെന്ന് തൊട്ടുള്ള ഒരു ലൈനിലേക്കാണ്. അപ്പം ടെർബനേറ്ററിൻ്റെ ലെവലിൽ തന്നെ നമ്മൾ ഒരുപാട് താഴ്ന്നു. പക്ഷേ ഇനി മൂപ്പരാൾ ജീവിതത്തിൽ കേരളത്തിനെ പറ്റി പറയാനൊന്ന് പേടിക്കും, അത് വേറെ കാര്യം. അൾട്ടിമേറ്റ്ലി ഈ ഒരു അപ്രൂർ, അതായത് രൺവീർ അലഹബാദിയ എന്നുള്ളൊരു സ്കേപ്പ് ഗോട്ടിനെ പിടിച്ചിട്ട് ഈ ഗവൺമെൻറ് നടത്തുന്ന ഈ ഒരു അപ്രൂർ പ്രോബബ്ലി ഒരു ബ്രോഡ്കാസ്റ്റ് ബില്ല് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ആയിരിക്കും. കാരണം ഇപ്പോൾ ഓപ്പോസിഷനേക്കാളും കൂടുതൽ ഗവൺമെൻറ് നേരിടുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഭരണപക്ഷം നേരിടുന്ന പ്രശ്നം, ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഹൗസുകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ ശബ്ദം ഉയർത്തുന്നതാണ്. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പൂട്ടാൻ പറ്റും. അതാണ് ഇതിൻ്റെ എല്ലാം കൂടെയുള്ള പിറകിലുള്ള വശം എന്നാണ് പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ രാജ്യത്തുള്ള എല്ലാ പൊളിറ്റീഷ്യൻസിനും വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാം. ഇതിലും മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങളല്ല. റുപ്പി ഓൾ ടൈം ലോയിൽ പോയത് ഇവിടുത്തെ പ്രശ്നങ്ങളല്ല. കുംഭമേളയിൽ ആൾക്കാർ ചറപറിയെന്ന് മരിച്ചു വീഴുന്നതൊരു പ്രശ്നമല്ല. ഒരു ന്യൂറോളജിക്കലി നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖത്തിൻ്റെ ഔട്ട് ബ്രേക്ക് മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പടർന്നത് നമ്മുടെ പ്രശ്നങ്ങളല്ല.
ഇതൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങളല്ല. കാരണം ശരിയായിട്ടുള്ള പ്രശ്നങ്ങളെ മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ പറയുന്നവരുടെ വായടുപ്പിക്കാനാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.